JavaScript Booleans ne kurichu namukku ee video il padikam. ഇതിനു മുമ്പത്തെ ഇക്വാലിറ്റി ഓപ്പറേറ്റേഴ്സ് വീഡിയോയിൽ ഞാൻ ബൂളിയൻസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് ബൂളിയൻസ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് പഠിക്കാം ഈ വീഡിയോയിലൂടെ. ഓക്കെ, ബൂളിയൻസ് എന്താണ്? ബൂളിയൻസ് ഒന്നുകിൽ അതിന്റെ വാല്യൂ യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കും, അല്ല എങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിട്ടാണ് പറയാൻ പറ്റും. യെസ് ഓർ നോ, ട്രൂ ഓർ ഫോൾസ്, ഇതിലേതെങ്കിലും വാല്യൂസ് ആയിരിക്കും മെയിനായിട്ട് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് ബൂളിയൻസ് യൂസ് ചെയ്യുന്ന ഒന്നുകിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്, അതായത് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്സിലൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൂപ്സിലായിരിക്കും യൂസ് ചെയ്യുന്നത്. അങ്ങനെ പല കേസസിലായിരിക്കും നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഉപയോഗിക്കുന്ന മെയിനായിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ബൂളിയൻസിന്റെ അച്ചീവ്മെന്റിന് വേണ്ടി മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആൻഡ്, ഓർ, നോട്ട്, ഇത് മൂന്നുമാണ് യൂസ് ചെയ്യുന്നത്. ഇത് മൂന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും എങ്ങനെയാണ് ബൂളിയൻ വാല്യൂസ് നമുക്ക് റെസ്പോൺസിൽ കിട്ടുന്നത്, കണ്ടീഷണൽ ഓപ്പറേറ്ററിലോ അല്ലെങ്കിൽ ലൂപ്പിലോ ഒക്കെ കിട്ടുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആൻഡ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കാം. രണ്ട് ടേബിളിലും കോമൺ ആയിട്ടുള്ള വാല്യൂസ് മാത്രം എടുക്കുന്നതാണ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, പക്ഷെ ഓർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും വാല്യൂസ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ടേബിളിൽ വാല്യൂസ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് എടുക്കും. അതാണ് ഓർ ഓപ്പറേറ്റർ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആൻഡ് ഓപ്പറേറ്റർ നോക്കാം. അപ്പോൾ ഈ സൈഡിലുള്ളതെല്ലാം എയും ഈ സൈഡിലുള്ളതെല്ലാം ബിയും ആയിരിക്കും വാല്യൂ ആയിട്ട് കണക്കാക്കുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ എയുടെ ഫസ്റ്റ് വാല്യൂ ട്രൂവും ബിയുടെ ഫസ്റ്റ് വാല്യൂ ട്രൂവും ആണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ട്രൂ ആയിരിക്കും. അതായത് എയും ട്രൂ ആണ് ബിയും ട്രൂ ആണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ ട്രൂ ആയിരിക്കും. ഓക്കെ, ഇനി എ ഫോൾസ് ആണ് ബി ട്രൂ ആണ്, എ ഫോൾസ് ആണ് ബി ട്രൂ ആണ്. ആൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ടീഷനും ട്രൂ ആവണം, എന്നാൽ മാത്രമേ അതിന്റെ വാല്യൂ ട്രൂ ആകത്തുള്ളൂ. അതുകൊണ്ട് ഇത് ഫോൾസ് ആയിരിക്കും. ഓക്കെ, ഇത് ഫോൾസ് ആയിരിക്കും. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ, എ ട്രൂവും ബി ഫോൾസും ആണ്. ഇവിടെയും നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ ആൻഡ് ആണ്, അപ്പൊ രണ്ടും ട്രൂ ആയാൽ മാത്രമേ ട്രൂ ആവുകയുള്ളൂ. അതുകൊണ്ട് ഇത് ഫോൾസ് ആയിരിക്കും. ഓക്കെ, അടുത്ത നാലാമത്തത്, എ ഫോൾസ് ആണ് ബിയും ഫോൾസ് ആണ്, രണ്ടും ഫോൾസ് ആണ്. രണ്ടും ട്രൂ ആയാൽ മാത്രമേ നമുക്ക് ട്രൂ കിട്ടുള്ളൂ. അതിനാൽ തന്നെ ഇതും ഫോൾസ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ആൻഡ് ഓപ്പറേറ്റർ. രണ്ട് കണ്ടീഷനും ട്രൂ ആയിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് വാല്യൂ ട്രൂ ആവത്തുള്ളൂ. അതാണ് ആൻഡ് ഓപ്പറേറ്റർ. അടുത്ത ഓർ നോക്കാം. ഓർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ മതി, രണ്ട് കണ്ടീഷൻ ട്രൂ ആവണം നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടും. ഓക്കെ, ട്രൂ ആയിരിക്കും. ഇവിടെ നോക്കുക, എയുടെ വാല്യൂ ട്രൂ ആണ്, ബിയുടെ വാല്യൂ ട്രൂ ആണ്. അപ്പൊ എന്തായിരിക്കും? ഒബ്വിയസ്ലി ട്രൂ ആയിരിക്കും. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ അത് ട്രൂ ആയിരിക്കും. അപ്പോൾ ഇത് ട്രൂ ആണ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, എയുടെ വാല്യൂ ഫോൾസ് ആണ് പക്ഷെ ബിയുടെ വാല്യൂ ട്രൂ ആണ്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ ഇത് ട്രൂ ആവും. അതിനാൽ ഇതും ട്രൂ ആണ്. അടുത്ത കേസ്, എയുടെ വാല്യൂ ട്രൂ ആണ്, ബിയുടെ വാല്യൂ ഫോൾസ് ആണ്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയി, അതിനാൽ ഇതും ട്രൂ ആയി. അടുത്ത കണ്ടീഷൻ, എയുടെ വാല്യൂ ഫോൾസ് ആണ്, ബിയുടെ വാല്യൂ ഫോൾസ് ആണ്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ അല്ല, രണ്ടും ഫോൾസ് ആണ്. അതിനാൽ തന്നെ ഇതിന്റെ വാല്യൂ വരുമ്പോഴത്തേന് നമുക്ക് ഫോൾസ് ആയിട്ട് കിട്ടും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞുതരാം. ആൻഡ് ആണെങ്കിൽ രണ്ട് കണ്ടീഷനും ട്രൂ ആവണം. രണ്ട് കണ്ടീഷൻ ട്രൂ ആയാൽ മാത്രമേ അതിന്റെ വാല്യൂ ട്രൂ ആകത്തുള്ളൂ. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഔട്ട്പുട്ട് ഫോൾസ് ആയിരിക്കും. ഓർ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ മതി, ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. പക്ഷെ രണ്ട് കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഫോൾസ് ആയിരിക്കും. ഇനിയുള്ളത് നോട്ടാണ്. നോട്ട് എന്ന് പറയുന്നത് എയുടെ വാല്യൂ ഇപ്പോൾ ട്രൂ ആണെന്ന് വിചാരിക്കുക, നോട്ട് ഓഫ് എ എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. എന്താണോ അതിന്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും നടക്കുന്നത്. എയുടെ വാല്യൂ യെസ് ആണെങ്കിൽ നോട്ട് ഓഫ് എ എന്ന് പറയുന്നത് നോ ആയിരിക്കും. ഓക്കെ, ഇതിന് നമുക്ക് എക്സാമ്പിൾ രീതിയിൽ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കോൺസ്റ്റ് ഈസ് ലോഗ്ഡ് ഇൻ ഈക്വൽ ടു ട്രൂ. അതേപോലെ കോൺസ്റ്റ് ഈസ് അഡ്മിൻ ഈക്വൽ ടു ഫോൾസ്. അതായത് നമ്മൾ ഒരു യൂസറിനെ ഒരു വെബ്സൈറ്റിലേക്ക് കയറ്റി വിടാൻ നോക്കുകയാണ്. ഒന്നുകിൽ ആ യൂസർ അഡ്മിൻ ആയിരിക്കണം, അല്ലെങ്കിൽ ലോഗ്ഡ് ഇൻ ആയിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം
അയാൾക്ക് യു ഹാവ് ദ പെർമിഷൻ ടു വ്യൂ ദിസ് പേജ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിത് പറഞ്ഞത് ഓർ കണ്ടീഷനാണ്. ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അഡ്മിനും ആയിരിക്കണം, ഒരാൾ ലോഗ്ഡിനും ആയിരിക്കണം. അങ്ങനെ ഒരു കേസിൽ മാത്രമേ ഇയാൾക്ക് എന്ത് കിട്ടാവൂ? അഡ്മിൻ ആക്സസ് കിട്ടാവൂ. ഗെറ്റ് അഡ്മിൻ ആക്സസ് ഇതേതാ? ആൻഡ് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഗെറ്റ് ഡാഷ്ബോർഡ് ആക്സസ്. ഡാഷ്ബോർഡ്, നമ്മുടെ വെബ്സൈറ്റിന്റെ ഡാഷ്ബോർഡ് ആക്സസ് മാത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇയാൾ ഒന്നുകിൽ ഒരു അഡ്മിൻ ആവണം, അല്ലെങ്കിൽ ഒരു ലോഗ്ഡ് ഇൻ യൂസർ ആവണം. ഓക്കെ, ഇത് രണ്ടും അല്ല എന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് അലൗഡ് എന്ന് കാണിക്കണം. അലൗഡ് ഹിയർ. ഇതെന്ത് കണ്ടീഷൻ ആയിരിക്കും? നോട്ട് ഓപ്പറേറ്റർ ആയിരിക്കും. നമ്മുടെ റിയൽ ലൈഫ് സിനാരിയോ ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് അഡ്മിൻ ആക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് നമ്മൾ ഒരാൾ ലോഗ്ഡിനും ആയിരിക്കണം, അതേപോലെ അയാൾ അഡ്മിനും ആയിരിക്കണം. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എങ്ങനെ വരും? ഇഫ് ഈസ് ലോഗ്ഡ് ഇൻ, അതേപോലെ ആൻഡ് ഓപ്പറേറ്റർ. ഇങ്ങനെ ആൻഡ് ഓപ്പറേറ്റർ ഇടാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതിന് പകരമായിട്ട് ആൻഡ് ഓപ്പറേറ്ററിന് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമുക്ക് അതുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. ആൻഡ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡബിൾ ആൻഡ് ആണ്. അതേപോലെ ഓർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പൈപ്പ് സിമ്പിളാണ്, ഡബിൾ പൈപ്പ് സിമ്പിളാണ് ഓർ ഓപ്പറേറ്ററിന് യൂസ് ചെയ്യുന്നത്. അതേപോലെ നോട്ട് ഓപ്പറേറ്ററിന് നമ്മൾ യൂസ് ചെയ്യുന്നത് നെഗേഷൻ സിമ്പിളാണ്. അതായത് ഈ സിമ്പിളാണ് നോട്ട് ഓപ്പറേറ്ററിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആൻഡ് ഓപ്പറേറ്റർ, അതായത് ലോഗ്ഡ് ഇൻ ആണെങ്കിലും അഡ്മിൻ ആണെങ്കിലും രണ്ടും ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അഡ്മിൻ ആക്സസ് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ആൻഡ് കൊടുക്കുന്നു, ഈസ് അഡ്മിൻ. ഇത് രണ്ടും ട്രൂ ആവുന്ന കേസിൽ മാത്രം നമ്മൾ എന്ത് പറയണം? യു ഹാവ് ദി അഡ്മിൻ ആക്സസ്. ഓക്കെ, ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെന്ന് വിചാരിക്കാം. നെക്സ്റ്റ് കേസ് ഇനി എന്താ വേണ്ടത്? ഇഫ് ഡാഷ്ബോർഡ് ആക്സസ് ആണെന്നുണ്ടെങ്കിൽ, ഡാഷ്ബോർഡ് ആക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ഒരു അഡ്മിൻ ആവണം, അല്ലെങ്കിൽ നിങ്ങൾ ലോഗ്ഡ് ഇൻ ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാഷ്ബോർഡ് ആക്സസ് കിട്ടും എന്നാണ് നമ്മുടെ കണ്ടീഷൻ. എങ്കിൽ ഹീസ് ലോഗ്ഡ് ഇൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഓർ കണ്ടീഷനാണ് ഇവിടെ വരേണ്ടത്. അതിനാണ് നമ്മളൊരു പൈപ്പ് യൂസ് ചെയ്യും. ഇതിന് പൈപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോഗ്ഡ് ഇൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഈസ് അഡ്മിൻ ആയിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? യു ഹാവ് ദി ഡാഷ്ബോർഡ് ആക്സസ്. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ കഴിഞ്ഞു. ഇനി മൂന്നാമത്തത്. ഇഫ് ലോഗ്ഡ് ഇൻ അല്ലെങ്കിൽ ഇയാൾക്ക് ഒരു ആക്സസും കിട്ടാൻ പാടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈസ് അഡ്മിനും ആവണം, ഒരു യൂസർ ഈസ് അഡ്മിനുമാണ്, ഈസ് ലോഗ്ഡ് ഇനുമാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നോട്ട് സിമ്പിൾ കൊടുത്തിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നോക്കാം. അതായത് അഡ്മിനുമാണ്, ലോഗിനും ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇത്രയും പറയുന്നത് അല്ലേ? പക്ഷെ ഇവിടെ ഒരു നെഗേഷൻ സിമ്പിൾ വന്നിട്ടുണ്ട്. അതായത് ഇതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ, അതായത് ഇത് ട്രൂ ആണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ് വരുന്നത്? അതായിരിക്കും, അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് ഇവിടെ പ്രിന്റ് ആവുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് അഡ്മിൻ എന്നുള്ളത് ട്രൂ ആണ്, ഈസ് ലോഗ്ഡ് ഇൻ എന്നുള്ളത് ട്രൂ ആണ്. ഓക്കെ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രൂഡ് വരുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? അത് ട്രൂ ആയിരിക്കും. നമ്മുടെ ഇതിനകത്ത് എന്താ പറഞ്ഞത്? ട്രൂവും അത് ട്രൂ ആയിരിക്കും വാല്യൂ വരുന്നത് അല്ലേ? അപ്പോൾ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു ഈസ് അഡ്മിൻ, ഈസ് ലോഗ്ഡ് ഇൻ, ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന വാല്യൂ ട്രൂ ആയിരിക്കും അല്ലേ? പക്ഷെ ഇവിടെ ഒരു നെഗേഷൻ സിമ്പിൾ ഉണ്ട്. അതായത് നോട്ട് എന്ന് പറയുന്ന ഓപ്പറേറ്റർ എന്തായിരുന്നു? ഡയറക്റ്റ് ഓപ്പോസിറ്റ് കണ്ടീഷനാണ് വരുന്നത് അല്ലേ? അപ്പൊ ട്രൂ ആയിരുന്ന സാധനം അതിന്റെ നോട്ട് സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് ഫോൾസ് ആണ്.
ഓക്കെ, ഇങ്ങനൊരു കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് നോട്ട് സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ ഈ വരുന്നതിൻ്റെ ഔട്ട്കമ്മിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൺസോൾ ലോഗ് ചെയ്യാം. യു ആർ നോട്ട് അലൗഡ് ഹിയർ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അതായത് ഇത് കുറച്ചൊരു സിംപ്ലിഫൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അഡ്മിൻ അല്ലാത്ത കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയണം? യു ആർ നോട്ട് അലൗഡ് ഹിയർ എന്ന് പറയണം. ഓക്കെ, അല്ലെങ്കിൽ അഡ്മിൻ അല്ലെങ്കിൽ ഗെറ്റ് യുവർ ആക്സസ് കാർഡ് എന്ന് പറയാം. ആക്സസ് ഫസ്റ്റ്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊണ്ട് പറയാണ്. അപ്പോൾ അഡ്മിൻ ഈസ് അഡ്മിൻ അയാൾ അഡ്മിൻ ആണെങ്കിൽ, ഈസ് അഡ്മിൻ എന്ന് പറഞ്ഞാൽ അയാൾ അഡ്മിൻ ആണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നെഗേഷൻ. എന്ന് വെച്ചാൽ അഡ്മിൻ അല്ല എന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷനകത്ത് കയറണം എന്നാണ് പറയുന്നത്. ഇയാൾ അഡ്മിൻ അല്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇത് അഡ്മിൻ ആണെന്നുള്ളതിന്റെ ഫസ്റ്റ് വാല്യൂ ആണ്, പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അത് കാരണം അഡ്മിൻ അല്ല എന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷനകത്ത് കയറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, യു ഹാവ് ദി ഡാഷ്ബോർഡ് ആക്സസ്. എവിടെ വന്നു? യു ഹാവ് ദി ഡാഷ്ബോർഡ് ആക്സസ്. എന്തുകൊണ്ട് ഈ കണ്ടീഷനിൽ കയറിയില്ല? ഈസ് ലോഗ്ഡിനും ഈസ് അഡ്മിനും രണ്ടും ട്രൂ ആണെങ്കിൽ, ഈസ് ലോഗ്ഡിൻ ട്രൂ ആണ്, പക്ഷെ ഈസ് അഡ്മിൻ ട്രൂ അല്ല, ഈസ് അഡ്മിൻ ഫോൾസ് ആണ്, അല്ലേ? അപ്പോൾ ഈസ് ലോഗ്ഡിൻ ട്രൂ ആണ്, അല്ലെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ ട്രൂ ആണ്, രണ്ടാമത്തെ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? സോറി, ഇത് ഓറാണ്. ആദ്യത്തെ കണ്ടീഷൻ ട്രൂ ആണ്, രണ്ടാമത്തെ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫോൾസ് ആയിരിക്കും. അതിനാൽ തന്നെ ഈ കണ്ടീഷനകത്ത് കയറില്ല. അതുകൊണ്ടാണ് ഇത് പ്രിന്റ് ആവാൻ. ഇനി ഓർ കണ്ടീഷൻ ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഓറാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ മതി, നമുക്ക് ട്രൂ കണ്ടീഷൻ കിട്ടും, അല്ലേ? അപ്പൊ ഈസ് ലോഗ്ഡ് ഇൻ എന്നുള്ള ട്രൂ ആണ്, പക്ഷെ ഈസ് അഡ്മിൻ എന്നുള്ള ഫോൾസ് ആണ്. എന്നിരുന്നാലും ഇവിടെയാണ് ഈസ് ലോഗ്ഡ് ഇൻ എന്നുള്ള ട്രൂ ആണ്, ഈസ് അഡ്മിൻ എന്നുള്ള ഫോൾസ് ആണ്. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയതിനാൽ നമുക്ക് ട്രൂ കിട്ടും. ഓക്കെ, ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇത് പറയാം. ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയതുകൊണ്ട് നമുക്ക് ട്രൂ വാല്യൂ കിട്ടും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് യു ഹാവ് ദ ഡാഷ്ബോർഡ് ആക്സസ് എന്ന് കിട്ടി. ഇനി അടുത്തത്, ഈ അഡ്മിൻ എന്നുള്ള ഫോൾസ് ആയിരുന്നു. അതിനാൽ തന്നെ ഈസ് അഡ്മിൻ എന്നുള്ളത് ഫസ്റ്റ് വാല്യൂ എന്താണ്? ഫോൾസ് ആണ്, അല്ലേ? ഫോൾസ് ആയ വാല്യൂവിന്റെ നോട്ട് കൊടുത്തു. നോട്ട് ഫോൾസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഓഫ് ഫോൾസ് എന്ന് പറയുന്നത് ട്രൂ ആണ്. അതിനാൽ തന്നെ നമുക്ക് ഇതിന്റെ കണ്ടീഷൻ, ഈ കണ്ടീഷൻ ട്രൂ ആയതിനാൽ, ഈ കണ്ടീഷൻ ടോട്ടൽ ഔട്ട്കം ഈ ട്രൂ ആയതിനാൽ ഇതിൻ്റെ അകത്തുള്ള കൺസോൾ ലോഗ് ചെയ്തു. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ജസ്റ്റ് ഒരു കണ്ടീഷൻ കൂടെ നോക്കിയിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ഇത് നമ്മൾ ട്രൂ ആക്കിയെന്ന് വിചാരിക്കാം. ഈ സബ്മിറ്റ് ട്രൂ ആക്കിയെന്ന് വിചാരിക്കാം. എന്ത് സംഭവിക്കും? ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ പ്രിന്റ് ആയി, യു ഹാവ് ദി അഡ്മിൻ ആക്സസ്. ഉണ്ടോ? കാരണം എന്താണ്? ഈസ് ലോഗ്ഡ് ഇനും ട്രൂ ആണ്, ഈസ് അഡ്മിനും ട്രൂ ആണ്. അപ്പൊ ഇതിന്റെ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. ആൻഡ് രണ്ടും ട്രൂ ആകുമ്പോൾ, രണ്ട് കണ്ടീഷൻ ട്രൂ ആകുമ്പോഴത്തേന് ടോട്ടൽ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ട്രൂ ആയിരിക്കും. അപ്പോൾ ഇത് ഇവിടെ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്, ഈസ് ലോഗ്ഡ് ഇൻ ട്രൂ ആണ്. അപ്പോൾ ഇതിനകത്ത് കയറുന്നു, അത് കാരണം ഇത് പ്രിന്റ് ആവും. ഈ രണ്ടാമത്തെ കേസ്, ഈസ് ലോഗ്ഡ് ഇൻ ആണോ? അതെ. ഈസ് അഡ്മിൻ ആണോ? അതെ. രണ്ട് കണ്ടീഷൻ ട്രൂ ആണ്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ തന്നെ ഓർ കണ്ടീഷൻ്റെ അകത്ത് കയറി പോകും, ഇല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഒരു കണ്ടീഷൻ്റെ അകത്ത് കൺസോൾ ലോഗ് പ്രിന്റ് ആവും. ഇവിടെ നോക്കും, ഇതും നമുക്ക് ഓക്കെ, ഇത് ഈസ് അഡ്മിൻ്റെ ആണ് കാണിക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ കണ്ടീഷന്റെ ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ടോട്ടൽ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് കയറിയിട്ട് യു ഹാവ് ദ ഡാഷ്ബോർഡ് ആക്സസ് എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ കയറുന്നില്ല. കാരണം എന്താണ്? ഇവിടെ ഈസ് അഡ്മിൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ്? ട്രൂ ആണ്, അല്ലേ? അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ട്രൂ ആണ്, ഇപ്പോഴത്തെ വാല്യൂ ട്രൂ ആണ്. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് പറയുന്നത്, അല്ലേ? നോട്ട് ഓഫ് ട്രൂ. നോട്ട് ഓഫ് ട്രൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് ഓഫ് ട്രൂ ഈക്വൽ ടു ഫോൾസ് ആണ്. അപ്പൊ ഈ കണ്ടീഷന്റെ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ അകത്ത് കയറില്ല. അതിനാലാണ് ഇത് പ്രിന്റ് ആവാത്തത്. നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.